പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് ഞായറാഴ്ച അല്ലേ, ഞാൻ ഈ ഞായറാഴ്ച ഒന്നും കുളിക്കാറില്ല. നീയോ? ഞാൻ പിന്നെ ഞായറാഴ്ചകളിലും കുളിക്കാറില്ല. യു നോട്ടി? യെസ്, ഐ ആം ബ്യൂട്ടി. ഫുഡ് അടിച്ചോ നീ? ഇല്ലടാ. അതെന്താ കഴിക്കാത്ത? എന്താന്ന് അറിയില്ലടാ, ഇപ്പൊ തീരെ വിശപ്പില്ല. എന്താ ഒരു കറുമുറു സൗണ്ട്? അത് അമ്മ അടുക്കളയില് മിക്സിയിൽ മുറുമുറുക്കുള്ള എന്തോ സാധനം അരക്കുക, അതാ കറുമുറു സൗണ്ട്. അതെ, നീ കഴിച്ചില്ലേ ഞാനും കഴിക്കില്ല കേട്ടോ. പോയി എന്തെങ്കിലും കഴിച്ചേ. വേണ്ടാത്തോണ്ടാടാ മോനെ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ടങ്ങുള്ള ഭക്ഷണം. നീ പറ. അതെന്താ നിനക്കൊന്നും വേണ്ടാത്തേ? ഒന്നുമില്ല, നീയൊന്നും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എന്റെ ചങ്കിന്ന് ഇറങ്ങുക? നിന്നോട് ഞാൻ അര കഷ്ണം പുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞതല്ലേ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കരാറെടുത്ത പോലെ തുടങ്ങും. കറുമുറ കറുമുറ കറുമുറാന്ന്. അടുക്കളയിൽ വന്ന് എനിക്കൊരു കൈ സഹായം അതുമില്ല. ഇനി ഞാൻ ആദ്യം എന്തോ എടുത്തു കൊടുക്കും? ഗ്രൈൻഡറിനുണ്ടായോളെ. എന്താ അവിടെ? ഒന്നുമില്ലടാ, എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. എന്നാ കിടന്നേക്ക്. അതെ, ക്ഷീണം മാറാൻ വേണമെങ്കിൽ ഞാനൊരു ഉമ്മയോട് അന്വേഷണം പറയണം കേട്ടോടാ. കൂട്ടുകാരനാണേ, ഹരിനാരായണൻ. ഹരിനാരായണന്റെ അമ്മ ഉമ്മേ? അതെങ്ങനെ? അത് അവന്റെ ഉമ്മ ക്രിസ്ത്യാനിയും വാപ്പ നമ്പൂതിരിയാണേ. അപ്പൊ അവൻ അമ്മേനെ ഉമ്മാന്നാ വിളിക്കല്. ആഹാ, അപ്പൊ അവൻ അച്ഛനെ എന്ത് വിളിക്കും? അത് ഭയങ്കര കോമഡിയാ. അച്ഛനെ അച്ഛൻ തന്നെ വിളിക്കും. ഒന്നും അങ്ങോട്ട് ചേർന്നില്ലല്ലോ. കള്ളം പറഞ്ഞ എന്റെ കണ്ണ് താഴും അച്ഛാ. കള്ളം പറഞ്ഞ ഞാൻ നിന്റെ കണ്ണടിച്ച് പൊട്ടിക്കാ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹരിനാരായണന്റെ അമ്മ ഉമ്മയായതും അച്ഛൻ നമ്പൂതിരി ആയതും ഇത്ര വലിയ തെറ്റാണോ? അച്ഛന് ഈയിടെയായിട്ട് ഡിസ്ക്രിമിനേഷൻ കുറച്ച് കൂടുന്നുണ്ട്. വെരി മോശം അച്ഛാ, വെരി വെരി മോശം. നിക്കടാ അവിടെ. നമ്മുടെ അങ്ങാടിപ്പുറത്ത് അമ്മ വയ്യാതെ കിടപ്പില്ല. ഞാൻ അമ്മയൊന്ന് അവിടെ വരെ പോയേച്ചും വരാം. നീ പോയിരുന്നോ? അയ്യോ, എനിക്കൊരുപാട് പണിയുള്ളതല്ലേ, നിങ്ങൾ പോയിട്ട് വാ. എടാ, നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടതല്ലേ പറഞ്ഞ്? നിന്റെ ഉച്ചയ്ക്കും കൂടി ഉള്ളത് എടുത്തിട്ട് ഞാൻ സ്കൂബി ഡൂവിന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് പോയേച്ചും വരാം കേട്ടോ. ധൃതിയൊന്നും വേണ്ട അമ്മ, മെല്ലെ സമയം പോലെ വന്നാൽ മതി. പിന്നെ അമ്മാവിനോട് എൻ്റെ സ്പെഷ്യൽ ആദരാഞ്ജലികൾ പറയണേ. ഷീലു, വീട് തുറന്നിട്ട് എങ്ങോട്ടും പോവല്ലേ? This is the time. This is the right time. വേട്ടയാരംഭമായിടിച്ചിടോയ്. എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? ഹലോ എടാ, അടുക്കളയില് പാൽപ്പൊടി ടിന്നില് പാൽപ്പൊടി അല്ല കേട്ടോ, കൂവപ്പൊടിയാണ്. നീ അത് കട്ടെടുത്ത് തിന്നാൻ നോക്കണ്ട. ഭാഗ്യത്തിന് ഞാൻ അടുക്കളയ്ക്ക് പോയതേ ഇല്ല. പാൽപ്പൊടി പാത്രത്തിന്റെ കൂവപ്പൊടി, പഞ്ചാര പാത്രത്തിന്റെ ഉപ്പ്, ഹോളിസ്റ്റിങ്ങിന്റെ കടുക്. ഈ അമ്മയെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കണോ എന്തോ. ഹലോ, പറയടാ. ഡേ, എന്റെ അച്ഛൻ ദുബായിന്ന് വന്ന്. പിരിച്ചുവിട്ടതാ? ലീവിന് വന്നാടോ. പിന്നെ നീ ഒന്ന് പറഞ്ഞിരുന്നില്ലേ നെക്സ്റ്റ് ടൈം അച്ഛൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി മാറ്റി വെക്കണമെന്ന്? അച്ഛനറിയാതെ ഞാനൊരു കുപ്പി ചൂണ്ടിയിട്ടുണ്ട്. നീ വരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തരാം. എന്റെ മുഹബത്തി മുന്തിരി ചാറേ, ശരിക്കും. എടാ, എന്റെ വീട്ടിലിപ്പോൾ ആരുമില്ല, നീ അതുകൊണ്ട് ഇങ്ങ് വാ, നമുക്ക് ഇവിടുന്ന് സെറ്റാക്കാം. ഒന്ന് പോടാ അവിടുന്ന്. മൂപ്പര് വന്നിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഈ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും. നിനക്ക് വേണ്ട, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോണ്ട്. അട്ടി അവന്റെ ഒരു തമാശ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാം. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കി വരല്ലേ. നൈസായിട്ട് വന്ന് മെനങ്ങനെ സാധനം എടുത്തോണ്ട് പോക്കോ. അറിയാല, വീട്ടിലറിഞ്ഞ സീനാണ്. നീ പോലും അറിയാതെ സാധനം വന്ന് എടുത്തോണ്ട് പോയിക്കൊണ്ട് പോരെ. കൊറേ കാലായി ഫോറിൻ സാധനം അടിച്ചിട്ട്. വേട്ടയാരംഭമായിടിച്ചിട്ടോ മച്ചാനെ. അച്ഛപ്പുറത്തുണ്ട് മച്ചാനെ. നിക്ക്. ഫോറിൻ. വേഗം വിട്ടോ, നമുക്ക് പിന്നെ കാണാം. എടാ, ഇതിന്റെ ഉള്ളിലത്തെ ദ്രാവകം എവിടെ? അത് ഇന്നലെ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരന്മാരും അടിച്ചു തീർത്ത്. നിനക്ക് കുപ്പിയാണെന്നല്ല പറഞ്ഞിരുന്നേ? അല്ലടാ, ഈ ഫോറിൻ കുപ്പി വെച്ചോണ്ട് നീ എന്താക്കാനാ? കുപ്പി ആർട്ടിനാ? കഴിഞ്ഞ പ്രാവശ്യം നീ ബൈക്കിൽ നിന്ന് വീണപ്പോ നെറുന്തലയ്ക്ക് എത്ര സ്റ്റിച്ചായിരുന്നു? 6. എന്താടാ, നമുക്കതൊന്ന് റൗണ്ട് ആക്കിയാലോ?